ഹലോ കൂട്ടുകാരെ, ഇന്നും വീണ്ടും ഒരു തിരക്കൊടിച്ച ദിവസം. കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ട ദിവസമല്ലേ. അത് കാരണം എന്നും രാവിലെ ഈ ബഹളവും ഒക്കെ കാണും. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ്. പിന്നെ നമുക്ക് കുറച്ച് വാളരി കിട്ടിയിട്ടുണ്ട്, വാളരി പയറില്ലേ. അപ്പോൾ അത് നമുക്കൊന്ന് മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക. അത് വെക്കാനായിട്ട് സവാള ഒന്ന് വഴറ്റി വാളരി പയറൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മെഴുക്കുവരട്ടി വെക്കാം. കൈ ഒന്ന് മുറിഞ്ഞിരിക്കുന്ന കാരണം കൈയെ ഞാൻ കിറ്റ് കെട്ടി വെച്ചേക്കുക. കയ്യപ്പോൾ ഡ്രസ്സ് ചെയ്യുന്നുണ്ട്, നനയ്ക്കരുന്ന് പറഞ്ഞിട്ടുണ്ട്. നനയാതിരിക്കാൻ വേണ്ടി കിറ്റൊക്കെ കെട്ടിയാണ് ഞാൻ നടക്കുന്നത്. അപ്പം നമുക്കിനിയിപ്പം അതിൻ്റെ കൂടെ ഒരു തോരനും എന്തെങ്കിലും ഒരു ചാറുകറിയും വേണമല്ലോ. ഇന്നിപ്പം ദോശയും കടലക്കറിയാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ആ കടലക്കറി ഞാൻ കൊടുത്തുവിടാം. വളരെ പേര് നമുക്ക് മെഴുക്കുവരട്ടിക്കായിട്ട് അടുപ്പിലിട്ട് വെക്കാം. പിന്നെ ഞാൻ തോരനും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തോരനപ്പോൾ ബീൻസും ക്യാരറ്റും കൂടെ തോരൻ വെക്കാമെന്ന് വെക്കുക. അത് അടുപ്പിലിട്ട് വെക്കാം നമുക്ക്. അത് അടുപ്പിലിരുന്ന് ആവുന്ന സമയത്തേക്ക് നമുക്ക് കടല വെന്തിരിക്കുക. കടലക്കറിയും കൂടെ ആക്കാമെന്ന് വെച്ചു. എല്ലാ വീട്ടിലും ഈ അവസ്ഥയായിരിക്കും ഇല്ലേ. രാവിലെ കുട്ടികൾക്ക് പോകേണ്ട നമുക്ക് അവർ പോകുന്നതിന് വരെ ഒരു ബഹളമായിരിക്കും. അപ്പോൾ ഇവിടെ ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ വണ്ടി ഒരു 8 മണിക്ക് മുന്നേ തന്നെ വരികയും ചെയ്യും. പിന്നെ എൻ്റെ റോക്കപ്പൻ്റെ കുറുക്കാണ്. ഇവിടെ ഒരു കുഞ്ഞുവാവ ഉണ്ട്, കുറുക്ക് കുടിക്കുന്ന കുഞ്ഞുവാവ. പിന്നെ നമുക്ക് കടലക്കറിക്കുള്ള ചട്ടിയാണ് അടുപ്പത്ത് വെച്ചേക്കുന്നത്. അതിനുള്ള സവാളയൊക്കെ വഴറ്റി നമുക്ക് കടലക്കറിയും കൂടെ ആക്കാം. കടലക്കറിയും കൂടെ ആയിട്ട് വേണം നമുക്കിനി ദോശ ഉണ്ടാക്കാനായിട്ട്. പിന്നെ തോരന് വേണ്ടി കുറച്ച് തേങ്ങയൊക്കെ ചിരകി ചേർത്ത് തോരൻ റെഡിയായിട്ടുണ്ട്. അപ്പം ബീൻസും ക്യാരറ്റും കൊണ്ടുള്ള തോരനാണ്. പിന്നെ അതേ കടലക്കറിക്കുള്ള സവാളയും പൊടിയെല്ലാം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് കുറച്ച് കടലയും അറിയാമല്ലോ കടലക്കറിക്ക് എന്തൊക്കെയാണെന്ന്, അതൊക്കെ ചേർത്ത് കടലക്കറി ഉണ്ടാക്കാം. കടലക്കറി റെഡിയാകുന്ന സമയത്ത് നമുക്ക് ദോശയും കൂടെ ഉണ്ടാക്കുവാണേ. ഇത് പിന്നെ അവൻ്റെ കുറുക്കാണ്. ഇതാണ് എൻ്റെ കുഞ്ഞുവാവ റോക്കനെ. അവൻ കുറുക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ രാവിലെ എന്നും അവന് കുറുക്കുണ്ടാക്കി കൊടുക്കും. കടലക്കറി എപ്പോഴത്തേക്ക് തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് ഓഫാക്കി വയ്ക്കാം. എന്നിട്ട് ദോശയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ദോശ ചുട്ടിട്ട് അവർക്ക് അങ്ങോട്ട് കൊടുക്കാം. കുട്ടികൾക്ക് പോകേണ്ടതല്ലേ, കാരണം അവർക്ക് കൊടുക്കാനായിട്ട് പെട്ടെന്ന് അവർക്ക് വേണ്ടി മാത്രമേ ഇപ്പോൾ ഒന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചു ദോശ ഉണ്ടാക്കുക. ദോശയും കടലക്കറിയും ഒക്കെ കൊടുക്കുക. അവർ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ദോശയും കടലക്കറി അവർക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് പിന്നെ ഇപ്പോൾ അവർക്ക് ചോറാണ് എടുത്ത് വയ്ക്കുന്നത്. സ്കൂളിൽ കൊണ്ടുവരുന്ന ചോറും തോരനും ഉണ്ട്, മെഴുക്കുവരട്ടിയും. പിന്നെ ഇന്ന് കടലക്കറി 5-6 കറിക്ക് പകരം കൊടുത്തു വിടണം കേട്ടോ. ഓക്കേ.